ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനൽ ടാരോ വാരിയർ മലയാളമാണ്. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എന്നുവെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം അത് എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ നോക്കുക ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജെമിനായി, ഇതാണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. 5 of Cups, 10 of Cups, 4 of Wands and 2 of Cups. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ സമയത്ത്? 5 of Pentacles, 3 of Wands, 6 of Wands, 2 of Swords. നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂച്വൽ എനർജി എന്താണ് ഈ സമയത്ത്? മ്യൂച്വൽ എനർജി 2 of Pentacles ആണ് മ്യൂച്വൽ എനർജി. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ജെമിനായി 2 of Pentacles ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, കുറേ കൺഫ്യൂഷൻ ഉണ്ട്, കുറേ ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. മേ ബി ഒരു അൺഷുവർ എനർജിയും ആവാം നിങ്ങളുടെ സൈഡിന് ഓറൽസ് ഈ പേഴ്സൻ്റെ സൈഡിന്. നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പക്ഷെ നിങ്ങളുടെ സൈഡിൽ 5 of Cups ആണ്. ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി മാതിരി എനർജിയാണ്. ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ്, ഒരു ലോസിൻ്റെ ഫീലിംഗ്. ഈ പേഴ്സണെ മേ ബി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി 5 of Pentacles ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാവാം. ചിലപ്പോൾ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരിക്കാം ഈ സമയത്ത്. ഈ പേഴ്സണും കുറേ സാഡാണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. അവർക്ക് ഒരു റിജക്റ്റഡ് മാതിരി ഫീലിംഗ് ആണ് ആവണത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ബ്രേക്കപ്പ് ഇല്ലാച്ചൊരു ടെമ്പററി സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട് ഈ സമയത്ത്. 10 of Cups ആണ് ഇവിടെ ഞാൻ നിങ്ങളുടെ സൈഡിൽ കാണുന്നത്. അപ്പം നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണിനെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ടാണ് പ്ലാൻ ചെയ്ത് തന്നെ. ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫാമിലി, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സൺ എവിടെയോ നിങ്ങളുടെ മെസ്സേജിൽ വെച്ച കോളിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ. അവർ മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. നിങ്ങൾക്ക് ഒരു റീകൺസിലിയേഷൻ ഇവിടെ ഡെഫിനറ്റ്ലി വേണം എന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ ഡയറക്ഷനിൽ ഒരു ആക്ഷൻ എടുക്കണില്ല വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡയറക്ഷനിൽ വരും, ഒരു ആക്ഷൻ എടുക്കും, മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. എന്നുവെച്ചാൽ ഈ പേഴ്സൺ കുറേ കോൺഫിഡൻ്റ് ആണ്. അത് ഈ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടിയും കൊടുക്കണം എന്ന് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്, ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ഒരു ആക്ഷൻ എടുക്കും. 2 of Cups ഇവിടെ ലോട്ട് ഓഫ് ലവ്, ഇവിടെ ഈക്വൽ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക്, മ്യൂച്വൽ ലവ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ ആദ്യം ഈ പേഴ്സൻ്റെ എനർജിയിൽ 2 of Swords ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയോ മിററാണ് ചെയ്യണേ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരുമാതിരിയാണ് തോട്ട്സ്. കുറേയൊക്കെ നമ്പേഴ്സും സെയിം ആണ്. ഇവിടെ 5, 5, ഇവിടെ 2, 2. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾ ഒരു മാതിരിയാണ്, ഒരു എനർജിയിലാണ്, കോമൺ എനർജി. നിങ്ങളുടെ എനർജി കുറേ സിങ്കിലാണ്. അപ്പോൾ 2 of Swords ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ്. ഈ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്, റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടോ ഇല്ലേ അത് അവർ ഇതുവരെ ഷുവർ അല്ല. അപ്പോൾ എന്താണ് ഇതൊക്കെ, ഇതിൻ്റെ മീനിങ് നമ്മൾക്ക് നോക്കാം ക്ലാരിഫൈ ചെയ്തിട്ട്. ഈ 2 of Pentacles ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? ഈ മ്യൂച്വൽ എനർജി വേൾഡ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരു കംപ്ലീഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ. ഈ 2 of Pentacles വേറെ എനർജി എന്താ കിട്ടുന്ന വെച്ചാൽ മേ ബി 1 of y'all നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ
അടുത്തൊരു ചോയ്സ് ഉണ്ടായിരുന്നു, രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ്. അപ്പോൾ അതും ഒരു എനർജി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു എൻഡിങ് ഉണ്ടാവുക. അതല്ലാച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായതുകൊണ്ടും ഇവിടെ ഒരു എൻഡിങ് ഉണ്ടാവും. അപ്പോൾ 5 ഓഫ് കപ്സ് ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? ജസ്റ്റിസ്. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ ഇതൊരു അൺഫെയർ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. മേ ബി നിങ്ങൾക്ക് ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ശരിയായി പെരുമാറിയിട്ടില്ല, ഒരു ജസ്റ്റിസ് ഇല്ല ഈ റിലേഷൻഷിപ്പിൽ. അപ്പം നിങ്ങൾക്കൊരു ബാലൻസ് ആണ് വേണ്ടത്, നിങ്ങൾക്കൊരു ഫെയർ ബാലൻസ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് കർമ്മ ആണ് വേണ്ടത്, നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് വേണ്ടത് ഈ റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തതല്ല ഞാൻ പറയണത്, പക്ഷെ മേ ബി നിങ്ങൾക്കൊരു ഫീലിംഗ് എന്താ വെച്ചാൽ ഈ യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല, ഈ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ വേണമെന്നുണ്ട്. ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ 5 ഓഫ് പെൻറ്റിക്കിൾസിൽ എന്തുകൊണ്ടാണ് കാണുന്നത്? 9 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെയും അതാണ് വിഷ്, അതാണ് ഡിസയർ. അവർക്കും നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം. പക്ഷേ എന്തോ കാരണം കൊണ്ട് നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് ഒരുമിച്ചല്ല. ഞാൻ പറഞ്ഞ മാതിരി മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ഓർ എൽസ് മേ ബി നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. എന്തോ കാരണം കൊണ്ട് നിങ്ങൾ മേ ബി ഒരു സിറ്റി സ്റ്റേറ്റിലായിരിക്കില്ല. അത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാരണം കുറേ ഒരു സെപ്പറേഷൻ ഉണ്ടാവാം. അപ്പോൾ 10 ഓഫ് കപ്സ് ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? സൺ. അപ്പം നിങ്ങൾ ഈ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെയാണ് ഫ്യൂച്ചർ വേണ്ടത്. സൺ ലിയോ എനർജി. അപ്പോൾ ഈ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ? 3 ഓഫ് വാൻഡ്സ്, 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സണിന് മേ ബി കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി ഈ പേഴ്സൺ കരിയറിൽ സെറ്റിൽഡ് ആവില്ല, അതുകൊണ്ടും ആയിരിക്കാം അവർ ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് വെയിറ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ മേ ബി അവർ സെറ്റിലായി കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് അവർക്ക് ഫീലിംഗ് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ അവർ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ സൈഡിന് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണണം, ഒരു എഫേർട്ട് കാണാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യണം. അവർ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യും, ഇല്ല വെച്ചാൽ കോൾ ചെയ്യും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. 4 ഓഫ് വാൻഡ്സ് ഇവിടെ നിങ്ങളുടെ സൈഡിൽ ഹെർമിറ്റ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷനിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. അപ്പോൾ ഹെർമിറ്റ് ഇവിടെ വെർഗോ എനർജിയാണ്. 6 ഓഫ് വാൻഡ്സ് ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൺ നിങ്ങളുടെ ഡയറക്ഷനിൽ വരും, പക്ഷേ കുറേ സമയമെടുക്കും. ഞാൻ പറഞ്ഞ മാതിരി മിക്കവാറും ഇവർ നിങ്ങളുടെ സൈഡിന് എന്തെങ്കിലും എഫേർട്ടാണ് നോക്കണത്, എക്സ്പെക്റ്റ് ചെയ്യണത്. പക്ഷെ നിങ്ങളുടെ സൈഡിന് എഫേർട്ട് കാണില്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഡയറക്ഷനിൽ വരും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി കുറേ സമയമെടുക്കും. അവർ കുറേ അങ്ങനെ ഒരു റഷിലല്ല, അവർ കുറേ സമയം എടുത്തിട്ടേ വരുള്ളൂ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ അവർ ഒരു വേറെ സിറ്റിയിൽ വെച്ചാൽ കൺട്രിയിലാണ് വെച്ചാൽ അതുകൊണ്ടും ഒരു ഡിലേ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ഡയറക്ഷനിൽ വരാൻ കുറച്ചൊരു സമയം എടുക്കും. 2 ഓഫ് കപ്സ് നിങ്ങളുടെ സൈഡിൽ ഹൈറോഫാൻ, ടോറസ് എനർജി. നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണെ ഒരു മാരിഡ് പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെയാണ് കല്യാണം കഴിക്കേണ്ട ഒരു ഫ്യൂച്ചർ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ സൈഡിന് ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ പേഴ്സൺ എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ലവേഴ്സ്, ഈ പേഴ്സണും നിങ്ങളെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ലവേഴ്സ് ജെമിനായി എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സൈനാണ്. നിങ്ങളെക്കുറിച്ച് കുറേ ആലോചിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഷുവർ ആണ് അവർ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടോ, അതാണ് അവർക്കൊരു ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. എന്ന് വെച്ചാൽ ഓൾദോ ഇവിടെ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട്, കണക്ഷൻ ഉണ്ട്, പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ട്, കുറേ ഡൗട്ട്സ് ഉണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഇവർ ഒരു ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത് വെച്ചാൽ ഈ ട്രാവൽ എങ്ങനെ, ലോങ് ഡിസ്റ്റൻസ് എങ്ങനെ നടക്കുക, അതൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്, സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ ഡയറക്ഷനിൽ അവർ എന്ത് ആക്ഷനാണ് എടുക്കുക ഫ്യൂച്ചറിൽ? ഡെവിൽ എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? കാപ്രിക്കോൺ എനർജി. ക്വീൻ ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ടോക്സിക് എനർജിയാണ്. ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ അത്ര ഒരു
ഫ്യൂച്ചർ കാണില്ല അച്ഛാ. മേ ബി ഈ സെപ്പറേഷൻ കൂടി പോയാൽ, ഈ സെപ്പറേഷൻ കണ്ടിന്യൂ ആയാൽ ഈ പേഴ്സൻ്റെ വേറെ ഒരു അഫെയർ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇതൊരു സീക്രട്ട് അഫെയർ ആണ്. അവർ നിങ്ങളോട് പറയില്ല, നിങ്ങൾക്ക് അറിയില്ല ഇത്. പക്ഷേ ഈ എന്തോ ഒരു ഈ പേഴ്സൺ വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആവാൻ വഴിയുണ്ട്. ഈ പേഴ്സൻ്റെ എന്തായിരിക്കും, ഈ പേഴ്സണും നിങ്ങളുടെ എന്തായിരിക്കും ഔട്ട്കം ഫ്യൂച്ചറിൽ. 9 of Swords. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് കുറേ ആങ്സൈറ്റിയാണ്, സ്ട്രെസ്സാണ്, ഹാർട്ട് ബ്രേക്കാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ സെപ്പറേഷൻ കൂടി പോയാൽ, ഈ സെപ്പറേഷൻ കണ്ടിന്യൂ ആയാൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കാണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിന് അത്ര ഷുവർ അല്ല അവർ ഈ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യോ, ഈ സെപ്പറേഷൻ കൂടി കഴിഞ്ഞാൽ അവർ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് അവർ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ട് ഓൾറെഡി ഈ പേഴ്സൻ്റെ മനസ്സിൽ. ഇത് കണ്ടിന്യൂ ചെയ്താൽ അത് കുറച്ചുകൂടിയും യുനോ എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിൽ പോകാൻ വഴിയുണ്ട്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനായി. ഇവിടെ ഞാൻ കാണുന്നത് സൈൻ സ്പൈസീസും ഉണ്ട്, കാപ്രിക്കോൺ, ലീബ്ര, ലിയോ, ജെമിനായി, ടോറസ്, വെർഗോ, ഇതൊക്കെയാണ് മേജർ സൈൻസ്. പക്ഷേ ഈ പേഴ്സൺ ഏതും സൈൻ ആവാം. ഈ സൈൻസ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സൈൻസ് തന്നെ ആവണം എന്നില്ല, ആ പേഴ്സൺ ഏതും സൈൻ ആവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ആൻഡ് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇപ്പോൾ 2023 എൻഡ് ആവണ മുമ്പേ ബുക്ക് ചെയ്യുക. ആൻഡ് ലിമിറ്റഡ് സെഷൻസ് ഞാൻ ചെയ്യാറുള്ളൂ, അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യണം വെച്ചാൽ എൻ്റെ ഇമെയിൽ ആൻഡ് വെബ്സൈറ്റ് സ്ക്രീനിലുണ്ട്, ഇല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുക, എന്നെ മെയിൽ ചെയ്യുക. ഇത് പെയ്ഡ് റീഡിങ്സ് ആണ്, അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.